പ്രപ്പോസലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നീലക്കുറിഞ്ഞു വെച്ച പ്രപ്പോസൽ. ഹലോ മച്ചാമരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്ര ഹൈറ്റിൽ നിന്ന് ആരെങ്കിലും ഇൻട്രോ എടുത്തിട്ടുണ്ടാവും? എന്നാ ഞാൻ എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ നമ്മൾ കായലിന്റെ അടുക്ക് വെച്ചാണ് ഇൻട്രോ എടുത്തത്. കായലിൽ ഇന്ന് നമ്മളൊരു മലയുടെ ഏറ്റവും മണ്ടയിൽ, മലയുടെ മുകളിൽ വെച്ചാണ് നമ്മൾ ഇൻട്രോ എടുത്തേക്കുന്നത്. രക്ഷിത ഒട്ടിക്കപ്പല്ല. അപ്പൊ വേറെ വീഡിയോയിലേക്ക് നമ്മുടെ ചെക്കന്റെ ബനിയൻ നോക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇത് നമ്മൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഈ വെള്ളം പമ്പ് ചെയ്ത് കറണ്ട് ഉണ്ടാക്കുന്ന നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് KCBയുടെ അതിന്റെ വലിയൊരു പൈപ്പാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതങ്ങ് ദൂരെ മലയുടെ മുകളിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ സംഭവം വരും. നമ്മൾ ട്രാപ്പായി. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് അവിടെ പകുതി വഴിക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞ് 500 രൂപ പെറ്റി അടിക്കും, പക്ഷെ മേളിലേക്ക് പിടിയല്ല, തിരിച്ച് താഴത്തോട്ട് പോരാം. എന്താ ചെയ്യുക? ലോക്ക്ഡൗൺ ആണെന്ന്. സാറ്റർഡേ ട്രാഫിക്. ഇനി ഞാൻ നിങ്ങളെ എന്തെടുത്ത് ഞാൻ കാണിക്കും, പക്ഷെ എന്തേലും വഴി ഉണ്ടാക്കും. അപ്പൊ നമ്മളിപ്പോ രാജാക്കാട് പോകാൻ പോവുകയാണ്. അവിടെ നീലക്കുറിഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് പോയി നോക്കാന്ന് നോക്കും. എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്താണ്. അവിടത്തെ ഒരു എലക്കൽ റോഡ്, അവിടെയുള്ളൊരു എന്താ പറയാ പുഴയാണ്. ഇത് അറിയാവുന്ന വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേല, ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ കണ്ടതാണ്. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര കുത്തൊഴുക്കായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നണ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു തോന്നണല്ലേ? അത് പാലത്തിന്റെ അംശമാണെന്ന് തോന്നണല്ലേ? അവിടെ എന്തോ ഉണ്ടായിരുന്നു, പാലം എന്തോ പൊളിച്ചു കളഞ്ഞതോ പൊളിഞ്ഞു പോയതോ മറ്റേ. ഇപ്പൊ നമ്മള് എന്താണ് മറ്റേ എന്നാണ് ആ സാധനത്തിന്റെ പേര്? നീലക്കുറിഞ്ഞ് കൂത്തത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മല നടന്ന് കയറുവാണ്. ഈ സ്ഥലം എന്ന് പറയണത് ശരിക്കും കുറച്ച് മുമ്പ് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മറന്നുപോയി. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയുന്നതാണ്. ഞങ്ങളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കേ. അല്ലേടാ കുട്ട? അമ്മേ ഇപ്പൊ ഫ്രണ്ടില് രാകേഷ് ഉണ്ട്, ബാക്കില് ഉണ്ണിമാങ്ങയുണ്ട്. ഇപ്പൊ മേളിലെത്തുക. നീലക്കുറിഞ്ഞി കാണാനായിട്ട് മല കയറിക്കൊണ്ടിരിക്കുവാണ്. ഇതെന്തിനാ മലയുടെ മേളിൽ തന്നെ തന്നെ എനിക്ക് മനസ്സിലാവട്ടെ. പട്ടിനെ പോലെ നച്ചോണ്ടിരിക്കുക.
ഞാൻ പറഞ്ഞു ഇല്ലാതെ പ്രപ്പോസലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? Few minutes later. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാണ്. നമുക്ക് വേറെ ഇനി നമ്മൾ നേരെ എന്റെ പൊന്നു ഗായ്സ്, ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടി എന്തെന്നില്ലാതെ നടന്നിട്ടിരിക്കും, ഒന്നും കാണാൻ പറ്റുന്നില്ല. വഴി കണ്ടുപിടിക്കണം, അത്രയ്ക്ക് കോടയാണ്. വഴിയില്ല, എന്നാലും കേറി വന്ന വഴി. അപ്പൊ നമ്മളിപ്പോ നിന്ന സ്ഥലം എന്ന് പറയണത് ശരിക്കും കിഴക്കാതി മല എന്ന് പറയണ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ തന്നെയുള്ള ഒരു മലയാണ് കിഴക്കാതി മല എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് ശരിക്കും ഈ ഒരു നീലക്കുറിഞ്ഞി പൂത്ത് നിക്കണം എന്ന് പറയണത്. അപ്പൊ ശരിക്കും നമ്മൾ ആ വീഡിയോയിൽ പ്രപ്പോസ് ചെയ്ത ആ നീലക്കുറിഞ്ഞി എന്ന് പറയണ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരോ പറിച്ചിട്ടതാണ്, നമ്മളായിട്ട് പറിച്ചതല്ല. അത് അതേപോലെ തന്നെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് നമ്മൾ മല ഇറങ്ങണതെന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മുടെ കൂട്ടത്തിൽ വേറൊരാൾ കൂടിയുണ്ട്, അതായത് രാകേഷിന്റെ ഫ്രണ്ട്, ഉണ്ണിമയുടെ ഫ്രണ്ട്, എന്നായിരുന്നു പേര് പറഞ്ഞു, അനുക്കുട്ടൻ മച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. മച്ചാനാണ് അപ്പൊ നമ്മുടെ വഴികാട്ടിയൊക്കെ. അപ്പൊ ഇനി നമ്മൾ ഏത് സ്ഥലത്തോട്ടാണ് പോണത്? നമ്മൾ ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോണത്. അപ്പൊ നമുക്ക് നേരെ അവിടെ ചെന്ന്